പാലക്കാട് പനയമ്പാടത്തെ ഉദ്യോഗസ്ഥ പരിശോധന വൈകിട്ട് 3 മണിയിലേക്ക് മാറ്റി. സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, ഇന്നലെ ചേർന്ന അടിയന്തര യോഗമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. എന്താണ് ഇപ്പോൾ ഒരു സമയക്രമത്തിൽ മാറ്റം? വിനിഷ, ഇന്ന് രാവിലെ 11:30 വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ സ്ഥലം, അപകടം നടന്ന സ്ഥലവും അതേപോലെ തന്നെ മരിച്ച കുട്ടികളുടെ വീടടക്കം സന്ദർശിക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ സമയക്രമം മാറ്റിയിട്ടുള്ളത്. കാരണം ഉദ്യോഗസ്ഥരുമായി ഒക്കെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രം പരിശോധന നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ അപകടം നടന്നിട്ടുള്ള പനയമ്പാടം പ്രദേശത്ത് പരിശോധന നടത്തുക. ഇവിടെ നിലവിൽ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പോലീസിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 4 പേരുടെ മരണത്തിനിടയാക്കിയ ഈ പ്രദേശത്ത് കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഇന്നലെ പാലക്കാട് കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിലുള്ള മിനിസം, അതേപോലെ തന്നെ നിലവിലുള്ള വേഗത ക്രമീകരണം അടക്കം ക്രമീകരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മേഖലയിൽ പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ്, പോലീസ് പെട്രോളിംഗ് അടക്കം ശക്തമാക്കുന്നുണ്ട്. മറ്റ് ക്രമീകരണങ്ങൾ, അതായത് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിൻ്റെ പരിഹാര നടപടികൾ കൈക്കൊള്ളേണ്ടത്. നിലവിൽ ഇവിടുത്തെ MLA, കോങ്ങാട് MLA കൂടിയായിട്ടുള്ള കെ ശാന്തകുമാരി അടക്കം നിരവധി പരാതികൾ നൽകിയിട്ട് യാതൊരുവിധ പരിഹാര നടപടികളും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ അതൊക്കെ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളാണ് ഇന്നലെ യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. വിൻഷ. ശരി സച്ചിൻ, ഇന്ന് 3 മണിയോടുകൂടി വിദഗ്ധ സംഘം പനയംകോടുണ്ടായ അപകട സ്ഥലത്ത് സന്ദർശനം നടത്തും, പരിശോധന നടത്തും. വിദഗ്ധ സംഘങ്ങൾ സംയുക്തമായി വിവിധ വകുപ്പുകളിലെ പോലീസുണ്ട്, PWD ഉണ്ട്, പിന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിൽ നിരവധി വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നുള്ള സംയുക്തമായ വിശദമായ പരിശോധനയാണ് നടക്കാനിരിക്കുന്നത്. അതിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും പങ്കെടുക്കും. ഗതാഗത വകുപ്പ് മന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ അപകട സ്ഥലം സന്ദർശിക്കും. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.